നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞ് പോയാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ മനഃപൂർവ്വം നിങ്ങളെ അവഗണിക്കുകയോ നിങ്ങളെ ബ്ലോക്ക് ചെയ്യുകയോ ചെയ്താൽ ആ സങ്കടം എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ആ സമയത്ത് യൂട്യൂബിലൊക്കെ കാണുന്ന ഉപദേശങ്ങൾ കേട്ടിട്ട് നിങ്ങൾ നോ കോണ്ടാക്ട് റൂളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടാകും. അതായത് അവർ തിരികെ വിളിക്കാതിരിക്കുകയോ മെസ്സേജ് അയക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുക. അവർ നിങ്ങളുടെ വില മനസ്സിലാക്കി തിരികെ നിങ്ങളിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷയിൽ ദിവസങ്ങളോളം നിങ്ങൾ വളരെ മൗനമായിട്ട് ക്ഷമയോടുകൂടി കാത്തിരുന്നിട്ടുണ്ടാകും. പക്ഷേ എന്നിട്ടും അവർ തിരികെ വന്നില്ലെങ്കിലോ? നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഞാനൊരു ഹിപ്നോതെറാപ്പിസ്റ്റാണ്, ട്രെയിനറാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ കയ്പുള്ള, പക്ഷേ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു സത്യമാണ്. നിങ്ങളെ അവഗണിക്കുന്ന ഒരാളെ തിരികെ കൊണ്ടുവരാൻ വെറും സൈലൻസ് അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് കൊണ്ട് സാധിച്ചു എന്ന് വരില്ല. സൈലൻസ് അവരെ തളർത്തുകയൊന്നുമല്ല. പിന്നെ എന്താണ് വാസ്തവത്തിൽ അവരെ തളർത്തുന്നത്? എന്താണ് അവരെ യഥാർത്ഥത്തിൽ ചിന്തിപ്പിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോയ ആ വ്യക്തിയെ ഏറ്റവും കൂടുതൽ ഞെട്ടിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതുമായിട്ടുള്ള സൈക്കോളജിക്കൽ രഹസ്യങ്ങളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ ഒരു അറിവ് തന്നെയായിരിക്കും നിങ്ങൾക്ക് നൽകുന്നത്. എന്തുകൊണ്ടാണ് നോ കോണ്ടാക്റ്റ് പലപ്പോഴും പരാജയപ്പെടുന്നത് എന്നറിയാമോ? നിങ്ങൾ ഒരാളോട് മിണ്ടാതിരിക്കുന്നത് ഒരു ഗെയിമായിട്ടാണ് അവർ കാണുന്നത്. ഞാൻ മിണ്ടാതിരുന്നാൽ അവൻ എന്നെ മിസ് ചെയ്യും, അവൻ എന്നെ തേടി വരും എന്നുള്ള ചിന്തയിൽ നിങ്ങൾ കാത്തിരിക്കും. ഇവിടെ നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടൊന്നുമല്ല, മറിച്ച് ആ വ്യക്തിയിൽ ഒരു റിയാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ്, അല്ലേ? നിങ്ങളുടെ എല്ലാ ചിന്തകളും പ്രവൃത്തികളും ആ വ്യക്തിയെ കേന്ദ്രീകരിച്ച് തന്നെയാണ് നടക്കുന്നത്. വാസ്തവത്തിൽ ഇത് ഒരുതരം ഇമോഷണൽ ഡിപ്പെൻഡൻസ് ആണ്. നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോഴും പ്രതീക്ഷ തന്നെയാണ്, എങ്ങനെയെങ്കിലും അയാൾ തിരികെ വരണം എന്നുള്ള വ്യഗ്രതയാണ്, അല്ലേ? നിങ്ങളുടെ ഈ മൗനം കാണുമ്പോൾ അയാൾ വിചാരിക്കുന്നത് നിങ്ങളിപ്പോഴും അവിടെ സങ്കടപ്പെട്ട് കാത്തിരിക്കുകയാണ് എന്നാണ്. ഇത് വാസ്തവത്തിൽ അയാളുടെ ഈഗോയെ വളർത്തുകയുള്ളൂ. യഥാർത്ഥ പവർ വരുന്നത് മൗനത്തിൽ നിന്നല്ല, നിങ്ങളുടെ മൈൻഡ് സെറ്റിലുണ്ടാകുന്ന മാറ്റത്തിൽ നിന്നാണ്. ആ വ്യക്തിയിൽ നിന്ന് വേണ്ട വിധത്തിലുള്ള ഒരു പ്രതികരണം ലഭിക്കാൻ വേണ്ടിയിട്ടല്ല വാസ്തവത്തിൽ നിങ്ങൾ മാറി നിൽക്കേണ്ടത്, മറിച്ച് നിങ്ങളുടെ സ്വന്തം മൂല്യം നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടായിരിക്കണം. അയാൾ തിരികെ വരാൻ ഞാൻ ഒരു മെസ്സേജ് അയക്കുന്നില്ല എന്നുള്ള ചിന്ത മാറ്റിയിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫോക്കസ് ചെയ്യാൻ തീരുമാനിച്ചതുകൊണ്ട് ഞാൻ മെസ്സേജ് അയക്കുന്നില്ല, ഈ വിധത്തിലുള്ള ചിന്തയിലേക്കാണ് നിങ്ങൾ മാറേണ്ടത്. നിങ്ങളെ വിട്ടുപോയ ഒരാളെ ശരിക്കും തളർത്തുന്നത് വാസ്തവത്തിൽ നിങ്ങളുടെ മൗനമല്ല, മറിച്ച് നിങ്ങളുടെ സമാധാനമാണ്, നിങ്ങളുടെ ആത്മവിശ്വാസമാണ്, നിങ്ങളുടെ സ്വാഭാവിക ജീവിതത്തിലേക്കുള്ള ശക്തമായ തിരിച്ചുവരവാണ്. നിങ്ങൾ കരയുമെന്നും ഡിപ്രഷനിലേക്ക് പോകുമെന്നും സോഷ്യൽ മീഡിയയിൽ സങ്കടം നിറഞ്ഞ പോസ്റ്റുകളൊക്കെ ഇടുമെന്നും പ്രതീക്ഷിച്ചിരിക്കുന്ന ആ ഒരാളുടെ മുന്നിലേക്ക് ഒരു കൂസലുമില്ലാതെ പഴയതിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ നിങ്ങൾ കടന്നു വരുമ്പോൾ അയാൾ ശരിക്കും ഞെട്ടും. നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ ഫോക്കസ് ചെയ്യുന്നു, സുഹൃത്തുക്കളോടൊപ്പം ചിരിക്കുന്നു, നിങ്ങളുടെ ജീവിതം ആഘോഷമാക്കുന്നു എന്നൊക്കെ കാണുമ്പോൾ അയാളുടെ ആ പഴയ ഈഗോയില്ലേ, അത് തകർന്നടിയും. കാരണം നിങ്ങളെ നിയന്ത്രിക്കാനുള്ള അയാളുടെ പവർ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഫേക്കായിട്ട് സന്തോഷം അഭിനയിക്കുകയല്ല വേണ്ടത്. ഉള്ളിൽ സങ്കടം വെച്ചുകൊണ്ട് പുറത്ത് ചിരിച്ചാൽ അത് പെട്ടെന്ന് അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നിങ്ങളെ കുറേയൊക്കെ അയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്, തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ സന്തോഷം യഥാർത്ഥമായിരിക്കണം. ഇതിനു വേണ്ടി സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ, ഉപബോധ മനസ്സിൻ്റെ ശക്തി നിങ്ങൾ ഉപയോഗിക്കണം. മറ്റൊരു വ്യക്തിയിലേക്ക് ചുരുങ്ങിപ്പോയ നിങ്ങളുടെ മനസ്സിനെ
പോസിറ്റീവായിട്ടുള്ള നിർദ്ദേശങ്ങളിലൂടെ എങ്ങനെ തിരികെ കൊണ്ടുവരാമെന്നും നിങ്ങളുടെ സെൽഫ് വർത്ത് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാം. നിങ്ങളെ വിട്ടുപോയ വ്യക്തി നിങ്ങളെ വീണ്ടും വീണ്ടും പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചേക്കും. ഇടയ്ക്ക് വന്ന് വെറുതെ ഒരു മെസ്സേജ് അയച്ച് മടങ്ങുകയോ അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ചില സിഗ്നലുകൾ തരികയൊക്കെ ചെയ്യും. അത് ചിലപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൻ്റെ ചുവട്ടിൽ വന്ന് ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് ചെറിയ കമൻ്റ് ഇട്ട് വയ്ക്കുകയൊക്കെ ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റേറ്റസ് ഒന്ന് വാച്ച് ചെയ്ത് പോവുകയൊക്കെ ആകാം. ആ സമയത്ത് നിങ്ങളൊരു പക്ഷേ ദേഷ്യപ്പെടുകയോ കരയുകയൊക്കെ ചെയ്താൽ നിങ്ങളിപ്പോഴും അവരുടെ കൺട്രോളിൽ തന്നെയാണ് എന്ന് അവർക്ക് മനസ്സിലാവും, അവർ തിരിച്ചറിയും. ഇവിടെയാണ് നിങ്ങൾ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് ശീലിക്കേണ്ടത്. ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത് വികാരങ്ങളില്ലാത്ത ഒരു കല്ലായിട്ട് മാറുക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള ശക്തി, പവർ നിങ്ങൾ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. അതായത് അയാളുടെ ഒരു മെസ്സേജിനോ മൗനത്തിനോ നിങ്ങളുടെ ഒരു ദിവസത്തെ മുഴുവൻ മൂഡ് മാറ്റാൻ കഴിയരുത്. നിങ്ങൾ തികഞ്ഞ സമാധാനത്തിലായിരിക്കണം. ദേഷ്യത്തെ ആളുകൾക്ക് പെട്ടെന്ന് തന്നെ കൈകാര്യം ചെയ്യാൻ അറിയാം. മൗനത്തെയും അവർക്ക് ഏറെക്കുറെ കൈകാര്യം ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങളുടെ ഈ തികഞ്ഞ സമാധാനത്തെ ഉണ്ടല്ലോ, അവർക്കൊരിക്കലും കൈകാര്യം ചെയ്യാൻ പറ്റില്ല. നിങ്ങളെ പ്രകോപിപ്പിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം അയാൾക്ക് നിങ്ങളോട് അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ധാരണകളും മാറും. അയാൾക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം അയാൾ തിരിച്ചറിയും. വാസ്തവത്തിൽ ഇതൊന്നും അയാളെ തളർത്താനോ അയാളോട് പ്രതികാരം ചെയ്യാനോ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളല്ല. നിങ്ങളെ മനസ്സിലാക്കാത്ത ഒരാൾക്ക് വേണ്ടി സ്വയം നശിക്കുന്നതിന് പകരം നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ നിങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. അയാൾ തിരികെ വന്ന് നോക്കുമ്പോൾ അയാൾക്ക് കാണാൻ കഴിയുന്നത് പഴയ നിങ്ങളെയല്ല. അതായത് ഒരു കാര്യവുമില്ലാതെ കരഞ്ഞിരുന്ന, അയാൾക്ക് വേണ്ടി എന്തിനും തയ്യാറായിരുന്ന ആ പഴയ നിങ്ങളെ അവർക്ക് എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു. പകരം അവിടെയുള്ളത് സ്വന്തം മൂല്യത്തെ തിരിച്ചറിഞ്ഞ, കൃത്യമായ ലക്ഷ്യങ്ങളും ബൗണ്ടറികളും ഒക്കെയുള്ള പുതിയ നിങ്ങളെയാണ്. ഈ പുതിയ നിങ്ങളെ സമീപിക്കാൻ അയാൾക്ക് ഒരല്പം ഭയമായിരിക്കും. കാരണം നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്തിക്കഴിഞ്ഞു. ഒരു ബന്ധം തകരുമ്പോൾ നിങ്ങൾ അവിടെ തകരുകയല്ല വേണ്ടത്, മറിച്ച് അതിൽ നിന്ന് ഒരു പുതിയ മനുഷ്യനായിട്ട് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ് വേണ്ടത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ സ്വന്തം സബ് കോൺഷ്യസ് മൈൻഡിൽ, ഉപബോധ മനസ്സിൽ ആഴത്തിൽ വേരുറച്ചു പോയ സങ്കടങ്ങളും ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയ മുറിവുകളും കാരണം ഒറ്റയ്ക്ക് ഇതിൽ നിന്ന് പുറത്തു വരാനും അതുപോലെ സ്വന്തം കാലിൽ ആത്മവിശ്വാസത്തോടെ നിൽക്കാനും പലർക്കും കഴിഞ്ഞില്ലെന്ന് വന്നേക്കാം. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചാലും മനസ്സ് വീണ്ടും ആ പഴയ ഓർമ്മകളിലേക്ക് തന്നെ മടങ്ങിപ്പോകുന്നുണ്ടാകാം. ഇത്തരത്തിൽ പഴയകാല ബന്ധങ്ങളുടെ മുറിവുകൾ ഉണങ്ങാതെ ഡിപ്രഷനിലും സങ്കടത്തിലും സ്ട്രക്കായി നിൽക്കുന്നവരെ ആ വേദനകളിൽ നിന്നൊക്കെ മോചിപ്പിച്ച് അത്യുജ്വലമായ ഒരു പുതിയ ജീവിതത്തിലേക്ക് നയിക്കാനാണ് ഞാൻ ആൽക്കമി 2.0 എന്ന ഓൺലൈൻ മെൻറ്ററിംഗ് പ്രോഗ്രാം തയ്യാറാക്കിയിരിക്കുന്നത്. ഇരുമ്പിനെ സ്വർണ്ണമാക്കി മാറ്റുന്ന ആ ഒരു പുരാതന വിദ്യയാണ് ആൽക്കമി. അതുപോലെ നിങ്ങളുടെ ഉള്ളിലെ ദേഷ്യത്തെയും പരാജയത്തെയും വിഷമങ്ങളെയും ഒക്കെ പൂർണ്ണമായും മാറ്റി അഡ്വാൻസ്ഡ് ഹിപ്നോതെറാപ്പിയിലൂടെയും സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിലൂടെയും നിങ്ങളെ തികച്ചും ആത്മവിശ്വാസമുള്ള പുതിയ ഒരു വ്യക്തിത്വത്തിലേക്ക് നയിക്കുന്ന അത്യുജ്വലമായ ഒരു ട്രാൻസ്ഫോർമേഷൻ യാത്രയാണ് ആൽക്കമി 2.0. നിങ്ങളുടെ ആ പഴയ കാലത്തെ മറന്ന് ജീവിതത്തിൽ പുതിയ ഒരു തലത്തിലേക്ക് ഉയരാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഈ പ്രോഗ്രാമിൽ എന്നോടൊപ്പം ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇവിടെ കാണിച്ചിരിക്കുന്ന 8086089337 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാം. മറ്റൊരാളുടെ മുന്നിൽ നിങ്ങളുടെ മൂല്യം തെളിയിക്കുന്നതിലല്ല വിജയമിരിക്കുന്നത്, മറിച്ച് നിങ്ങളുടെ മൂല്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തന്നെ ഒരിക്കലും ഒരു സംശയവും ഇല്ലാതിരിക്കുന്നതിലാണ് നിങ്ങളുടെ വിജയം.
ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു കാഴ്ചപ്പാട് നൽകി എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഈ വീഡിയോ ആവശ്യമുള്ള നിങ്ങളുടെ ഒരു സുഹൃത്തുണ്ടല്ലോ, അയാൾക്ക് ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം വിട പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.